ഇൽമുണ്ട്, ആലുണ്ട്, പിന്നെ അമീനെ കാണിച്ചു തരാം. ബാക്ക് ക്യാമറയിൽ അമീന ഫ്രണ്ട് സീറ്റിലായിരിക്കണം. ഒരു മിനിറ്റ്. അമീനുണ്ട്. ക്യാമറയിൽ എൻ്റെ ഫേസ് കണ്ടോ? അല്ല, ഗ്ലാസ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് നക്ഷബന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പള്ളി ഏരിയ ആണ്. അപ്പോൾ നമ്മളിന്ന് അവിടെ പോകാമെന്ന് കരുതി രാവിലെ എണീറ്റ് അതിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. കറക്റ്റ് 8 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. വൈകുന്നേരം തിരിച്ചു വരാനൊരു പ്ലാൻ. കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് എന്താകും എന്നറിയില്ല. നോക്കാം നമുക്ക്. ഓക്കെ, ഞങ്ങളെല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം എന്താടി എടുക്കുമ്പോ പറയണ്ടേ? പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ? ഞങ്ങളൊരു 8:30 ആയപ്പോൾ തന്നെ ബഹുദ്ദീൻ നക്ഷബന്ദിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 1991 ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഇസ്ലാം കരീമോ ആണ് ഈ ബഹുദ്ദീൻ നക്ഷബന്ദ് 2003 റീക്രിയേറ്റ് ആൻഡ് റീസ്റ്റോർ ചെയ്തത്. ഈ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട് നിന്ന് പോവും, അത്രയും ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. നമ്മൾ നല്ലോണം കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ഇടാൻ. നമുക്ക് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളൊന്നും അലൗഡ് അല്ല ഉള്ളിലേക്ക്. മോർണിംഗ് 8:30 ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ഫസ്റ്റ് കയറിയത്. പിന്നെ അവിടെ ഉള്ള ഷോപ്പിലെ ആൾക്കാരും പിന്നെ കുറച്ച് ഉസ്ബെക്കീങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ടൂറിസ്റ്റ് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10 ഒക്കെ ആയപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മതിലിലൊക്കെ ഓരോ കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ വായിച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവാണ്. അത്രയും നല്ല കോട്ട്സാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഫുള്ളായിട്ടൊന്ന് കാണുമ്പോൾ വ്യൂസൊക്കെ പക്ക അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു, മാഷാ അല്ലാ. പിന്നെ അവിടെ കുറേ നമ്മളവിടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഉസ്ബെക്കീങ്ങൾ. കാരണം അവർക്ക് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഫോട്ടോസ് എടുത്തു. അത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. ഈ കാണുന്നതാണ് ഫേമസ് സൂഫീസ് ആയിട്ടുള്ള തിമൂരിഡ്, ഷെയ്ബാനി, അഷ്തർ ഖാനി എന്നിവരുടെ ഗ്രേവ്സ് ഇവിടെയാണുള്ളത്. ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ പിന്നെയും ഉള്ളിലേക്ക് പോയി. അവിടെ വീണ്ടും കുറേ കാഴ്ചകൾ കാണാനായിട്ടുണ്ടായിരുന്നു. 19th സെഞ്ച്വറിയിൽ അമീർ മുസഫർ ഖാനാണ് ഈ പള്ളി നിർമ്മിച്ചത്. ഈ പള്ളിയുടെ ഉള്ളിൽ 6 മരത്തൂണുകൾ 2 റോയിലായിട്ടുണ്ട്. ഈ പള്ളിയുടെ ഉള്ളിലാണ് 5 നേരവും ഇവർ നിസ്കരിക്കാറ്. പിന്നെ പുറത്ത് കുറേ ഷോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾ ഞങ്ങൾ വരുന്ന ടൈമിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിസ്കാരത്തിൻ്റെ ടൈമുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്സിലൊക്കെ എല്ലാ ഷോപ്സിലും ആൾക്കാർ ഓരോ സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിങ് നമ്മൾ ഓൾഡ് ബുഹാറയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ പിന്നെയും ഉള്ളിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയപ്പോൾ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ കുറേ അരയന്നങ്ങളും ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. കാരണം എനിക്ക് ഈ ക്രൗഡ് ഏരിയനേക്കാളും നല്ല പീസ്ഫുൾ ഏരിയ ആണ് ഭയങ്കര ഇഷ്ടം. ഇവിടെ നമുക്ക് ആകെ ഉള്ള സൗണ്ട് എന്ന് പറയുന്നത് കിളികളുടെയും ഈ അരയന്നങ്ങളുടെയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും നമ്മളുടെ അടുത്തിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മൾ ഫുഡ് കൊടുത്താലോ എന്ന് വെച്ചിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ഫുഡൊന്നും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് അലൗഡ് ആണോ നമുക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം കുറേ സെക്യൂരിറ്റികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കണ്ടപ്പോൾ ഓടി എത്തിയ അടുത്ത ഒരാളാണ് ഈ ഒരു പൂച്ച.
ആൾക്ക് നല്ല വിശക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതിനെ ഇങ്ങനെ ലോടിക്കൊണ്ടേയിരുന്നു. പിന്നെ അമീനാക്കും ഇൽമൂനും കുറച്ച് ചെറുതായിട്ട് പേടിയുണ്ട്. അമീനാക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് അമീന അതിൻ്റെ അടുത്തേക്ക് തൊടാനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പൂച്ച കാരണം നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറച്ച് നേരം ഇങ്ങനെ തൊട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതങ്ങനെ പോയി. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിലും നമ്മൾ ആളിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 ആളും കൂടെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇൽമൂസ് ഫാൻസ്. ഇന്ത്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടം. അവർ നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോസ് എടുക്കും, നമ്മൾ അവരെയും ഫോട്ടോസ് എടുക്കും. അവർക്കതിനൊരു പ്രശ്നമില്ല, നമുക്കൊരു പ്രശ്നമില്ല. അവർക്ക് നമ്മളെ ഇഷ്ടമായത് കൊണ്ടാണ് നമ്മൾ അവരെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊന്നും പറയാതെ ഇരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പള്ളി ആയതുകൊണ്ട് തന്നെ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് നമുക്ക് പറ്റിയ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും മേടിച്ചില്ല. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രെഡിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ 3 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലാഗിൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഇതും പിന്നെ ഒരു ബ്രെഡിൻ്റെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ സംസം വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വെസൽസ്, പിന്നെ ഫ്രെയിംസ്, പിന്നെ കുറേ കീ ചെയിൻസ്, തസ്ബി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വേറൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാകെ മേടിച്ചത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മാത്രമാണ് മേടിച്ചത്. ഞാനും ഇൽമു, അമീന, പിന്നെ ആലയും മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു 20 മിനിറ്റ് ആ ഷോപ്പിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി നോക്കിയിട്ട് ഇങ്ങനെ നിന്ന്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് പറ്റിയ ബ്രേസ്ലെറ്റ്സ്, പിന്നെ ഖുറാൻ, പിന്നെ കുറേ ചോക്ലേറ്റ്സ്, അവരുടെ ബ്രെഡുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലും കൂടെ കയറി. അവിടെ കുറേ ജ്വല്ലറീസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളിടുന്നൊരു ടൈപ്പല്ല ജ്വല്ലറീസ്. പിന്നെ നമ്മൾ ബാംഗിൾസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റിങ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും ഉള്ളിലേക്ക് കുറച്ചും കൂടെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കാണാനായിട്ട് പോയി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷാ ബഹദീൻ നഖ്ഷ്ബന്ദ്. അദ്ദേഹത്തിൻ്റെ ഉമ്മാടെ ഖബർസ്ഥാനാണ്. ഓരിഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര്. പിന്നെ 2 ആൻറ്റിമാരായ കൊമീല ആൻഡ് മുസല്ലം, അവരുടെ 2 പേരുടെയും പിന്നെ 4 കുട്ടികളുടെയും ഖബർസ്ഥാനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആ കാഴ്ചയും കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ദുആ എടുക്കുന്നുണ്ടായിരുന്നു. ഉസ്ബെക്ക് ലാംഗ്വേജിലാണ് ദുആ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവരുടെ ആ ദുആയിൽ ഉൾപ്പെടുത്തി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ദുആ എടുക്കുന്ന ടൈമിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ കാണുന്ന ആൾക്കാരൊക്കെ ദുആ എടുത്ത ശേഷം അവിടെ നിന്ന് പിരിഞ്ഞുപോയ ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ പോയില്ല ഒരു പൂച്ച, ആൾ നമ്മളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എല്ലാ കാഴ്ചകളും കണ്ട ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ. കാരണം നമ്മൾ 8:30 ഇവിടെ എത്തി. 12 മണി വരെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കോഫി മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ദമാസിലാണ് തിരിച്ച് വന്നത്. നമ്മൾ പോകുമ്പോൾ ടാക്സിയിൽ പോയി, തിരിച്ച് വരുമ്പോൾ ദമാസിലാണ് വന്നത്. പിന്നെ നമ്മളുടെ റൂം എത്താറാവുന്ന സമയത്ത് നമ്മളൊരു ഊനാല് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയും കുറച്ച് സ്പെൻഡ് ആക്കിയ ശേഷമാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, മാഷാ അല്ലാ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ബ്രെഡ് മേടിച്ചു എന്ന്. ഈ ഒരു ബ്രെഡാണ് അതിൻ്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോകുന്ന സമയത്ത് നമ്മളൊരു മിനി മാർക്കറ്റിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.